ഹായ്, വെൽക്കം ടു അവർ ക്ലാസ് ലേൺ വിത്ത് സുവിധയുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5, എല്ലാവർക്കും അറിയാം, അധ്യാപക ദിനമാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ. 1960 മുതലാണ് ഈ ദിവസം അധ്യാപക ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ അധ്യാപകരുടെ എല്ലാ കഴിവുകളും പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം വെച്ച്, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ ദിനത്തിൽ നമ്മുടെ എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വ്യത്യസ്ത ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ് ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2 ചെറിയ ടോപ്പിക്കുകളാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് പ്ലിയോട്രോപ്പി. കേട്ട് പരിചയമില്ലാത്ത ടേമായിരിക്കും, അപ്പോൾ ശ്രദ്ധിക്കുക. പ്ലിയോട്രോപ്പി എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. പേനയും പുസ്തകവും എല്ലാം കയ്യിൽ വയ്ക്കുക, പറയുന്നത് എഴുതിയെടുക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് പ്ലിയോട്രോപ്പി. നോക്കൂ, വി ഹാവ് സ്റ്റഡീഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സിംഗിൾ ജീൻ ഓൺ സിംഗിൾ ഫിനോടൈപ്പ്. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു ജീൻ ഒരു ഫീനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നായിരുന്നു അല്ലേ. ഒരു പെർട്ടിക്കുലർ ജീൻ ഹൈറ്റിന് കാരണമാകുന്നു, ഒരു പെർട്ടിക്കുലർ ജീൻ അതിൻ്റെ ഫ്ലവർ കളറിന് കാരണമാകുന്നു. അങ്ങനെ എല്ലാറ്റിനും ഒരു പെർട്ടിക്കുലർ ജീൻ ഒരു ക്യാരക്ടറിനെ മാത്രം, അല്ലെങ്കിൽ ഒരു ഫീനോടൈപ്പിനെ മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ബട്ട് ദർ ആർ ഇൻസ്റ്റൻസസ് where a single gene influences more than one phenotypic character. എന്നാൽ ഇങ്ങനെ ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടാതെ ചില ഇൻസ്റ്റൻസസിൽ എന്താണ്, ഒരു സിംഗിൾ ജീനിന് ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. There are some instances where a single gene influences more than one phenotypic character. ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഒരു ജീനിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അത്തരം ജീനുകളെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പിക് ജീൻ, ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. അതിനെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. അപ്പോൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത് ഒന്നുമില്ല, എന്താണ്, ഒരു ജീൻ ഒന്നിലധികം ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. ഐഡിയ കിട്ടിയോ? ഒരു ജീൻ ഒന്നിലധികം ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കൂ. ദ എബിലിറ്റി ഓഫ് എ ജീൻ ടു ഇൻഫ്ലുവൻസ് മോർ ദാൻ വൺ ഫിനോട്ടിപ്പിക് ട്രേറ്റ്. ഒരു ജീനിൻ്റെ കഴിവാണ്. എന്തിനുള്ള കഴിവാണ്? ഇൻ ഓർഡർ ടു ഇൻഫ്ലുവൻസ് മോർ ദാൻ വൺ ഫിനോട്ടിപ്പിക് ട്രേറ്റ്. ഒന്നിലധികം ഫിനോട്ടിപ്പിക് ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ജീനിൻ്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. ഓഫ് മെനി ഇഫക്ട്സ് വൺ ഇഫക്റ്റ് ഈസ് മോർ പ്രൊനൗൺസ്ഡ് ദാൻ ദി അതർ, കോൾഡ് മേജർ ഇഫക്റ്റ്, വൈൽ ദ അതർ ലെസ് എവിഡൻറ്റ്, കോൾഡ് സെക്കൻഡറി ഇഫക്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ, ആ ജീൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് മേജർ ഇഫക്റ്റ്. അതുകൂടാതെ അതിന് പുറമേ വരുന്ന മറ്റ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് സെക്കൻഡറി ഇഫക്റ്റ്. പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത് ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ, ഫിനോട്ടിപ്പിക് ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ജീനിൻ്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിക് ജീൻസ് ഉണ്ടാക്കുന്ന ഇഫക്ട്സിൽ അതിൻ്റെ മെയിൻ ഇഫക്റ്റ് മേജർ ഇഫക്റ്റ് എന്നും ബാക്കിയുള്ള ഇഫക്റ്റുകളെല്ലാം
ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സെക്കൻഡറി ഇഫക്റ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ക്യാരക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇതെന്താ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയണ്ടേന്ന്. അപ്പോൾ എന്താ നോക്കാം, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിന് പ്ലിയോട്രോപ്പിക്ക് വരുന്ന എക്സാമ്പിൾ. പ്ലിയോട്രോപ്പി ഇങ്ങനെ ഒരു ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനുഷ്യനിലും സസ്യങ്ങളിലും എല്ലാം കാണാം. പ്ലാന്റ്സിലും ഹ്യൂമൻസിലും എല്ലാം ഈ പ്ലിയോട്രോപ്പിക് ജീൻസ് കാണാം. അപ്പോൾ നോക്കൂ എക്സാമ്പിൾ, നമ്മൾ 2 എക്സാമ്പിൾ മനുഷ്യനിലെ പഠിക്കുന്നുണ്ട്. 2 ഡിസീസസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫിനൈൽ കീറ്റോൺ യൂറിയ ഇൻ മാൻ. പ്ലിയോട്രോപ്പിയുടെ ഒരു എക്സാമ്പിൾ ഫിനൈൽ കീറ്റോൺ യൂറിയ ഇൻ മാൻ. ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അപ്പോൾ ഈ അസുഖം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കൂ. The disease is caused by mutation in the gene that codes for enzyme phenylalanine hydroxylase. ഒരു വലിയ പേരാണ് ആ എൻസൈമിൻ്റെ പേര്. അത് അങ്ങനെ പഠിച്ചു വെക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഇതേ അസുഖവും ഈ പേരുകളൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. എൻസൈമിൻ്റെ പേരെന്താണ്? ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ്. ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖം വരുന്നത് മ്യൂട്ടേഷൻ, ഒരു ജീനിന് സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ്. ഏത് ജീനിനാണ്? ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിന് വരുന്ന മ്യൂട്ടേഷനാണ് ഈ അസുഖത്തിന് കാരണം. അപ്പോൾ മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ that codes for enzyme phenylalanine hydroxylase. ക്ലിയർ ആണോ? ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് തകരാറ് സംഭവിക്കുന്നു. അപ്പോൾ വരുന്ന അസുഖമാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ആ എൻസൈം എന്താ ചെയ്യുക? ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് എന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്സ് ഫിനൈൽ അലനൈൻ ടു തൈറോസിൻ. ഫിനൈൽ അലനൈനെ തൈറോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഫിനൈൽ അലനൈൻ തൈറോസിനായി മാറ്റപ്പെടില്ല അല്ലേ? ഫിനൈൽ അലനൈൻ തൈറോസിനാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് ഫിനൈൽ അലനൈൻ ഹൈഡ്രോക്സിലേസ്. അപ്പോൾ ആ എൻസൈമിൻ്റെ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനൈൽ അലനിൻ തൈറോസിനായി മാറ്റപ്പെടുന്നില്ല. അങ്ങനെ തൈറോസിനായി മാറ്റപ്പെടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഫിനൈൽ അലനിനും അതിൻ്റെ ഫിനൈൽ പൈറൂവിക് ആസിഡും അതുപോലെയുള്ള മറ്റ് ഡെറിവേറ്റീവ്സും ബ്രെയിൻ സെൽസിലെല്ലാം അക്യുമുലേറ്റ് ചെയ്യും. അതുവഴി ഉണ്ടാകുന്ന അസുഖമാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. അപ്പോൾ അതാണ് അതിൻ്റെ മേജർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഫിനൈൽ പൈറൂവിക് ആസിഡും അതിൻ്റെ ബാക്കിയുള്ള ഡെറിവേറ്റീവ്സും അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് മേജർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് സെക്കൻഡറി ഇഫക്ട്സ് കാണാം. ആ സെക്കൻഡറി ഇഫക്ട്സ് എന്താ? ഇങ്ങനെ ഫിനൈൽ പൈറൂവിക് ആസിഡും അതുപോലെയുള്ള ഡെറിവേറ്റീവ്സും ബ്രെയിൻ സെൽസിലെല്ലാം അക്യുമുലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന സെക്കൻഡറി ഇഫക്ട്സ് ആണ് എന്ത്? ദിസ് മാനിഫെസ്റ്റ് മെനി അബ്നോർമൽ ഫിനോട്ടിപ്പിക് ട്രേറ്റ്സ് സച്ച് ആസ് ഷോർട്ട് സ്റ്റേച്ചർ, മെൻ്റൽ റിട്ടാർഡേഷൻ, പിഗ്മെൻറ്റേഷൻ ഇൻ സ്കിൻ, എക്സസീവ് സ്വെറ്റിംഗ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കും? ഇങ്ങനെ ബ്രെയിൻ സെൽസിൽ ഇത്തരം ഡെറിവേറ്റീവ്സ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ആ അക്യുമുലേറ്റ് ചെയ്യുന്നത് വഴി ഇത് ബാക്കി കുറേ ട്രേറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം അസുഖമുള്ളവരെന്തായിരിക്കും? ഷോർട്ട് സ്റ്റേച്ചർ, പൊക്ക കുറഞ്ഞവരായിരിക്കും. മെൻ്റൽ റിട്ടാർഡേഷൻ, ചെറിയ തോതിൽ മാനസികമായി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ദെൻ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ, അവിടെ ഇവിടെയായിട്ട് കളർ പാച്ചസ് അപ്പിയർ ചെയ്യും. ദെൻ എക്സസീവ് സ്വെറ്റിംഗ്, ധാരാളമായി വിയർപ്പ് ഉണ്ടാകുന്ന അവസ്ഥ. ഇതെല്ലാം ഇതിൻ്റെ സെക്കൻഡറി ഇഫക്ട്സ്. അപ്പോൾ ഒരു സിംഗിൾ ജീനാണ് ഇതിനെ എല്ലാ ഈ ഫിനോട്ടിപ്പിക് ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്തിരുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു ജീൻ ഒന്നിലധികം ഫിനോട്ടിപ്പിക് ട്രേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പ്ലിയോട്രോപ്പി. അതിനൊരു എക്സാമ്പിളാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ദെൻ അനദർ എക്സാമ്പിൾ ഈസ് വേറൊരു ഡിസീസാണ് സിക്കിൾ സെൽ അനീമിയ. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരു അസുഖം.
അരിവാൾ രോഗം എന്നറിയപ്പെടുന്ന അസുഖം, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയയുടെ മെയിൻ ഇഫക്റ്റ് എന്താ? ഈ ഡിസീസും ഉണ്ടാകുന്നത് ഒരു സിംഗിൾ ജീനിന് സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ്. അതിൻ്റെ മെയിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് RBC സിക്കിൾ ഷേപ്പ്, അരിവാളിൻ്റെ ആ രൂപത്തിലായി മാറുന്നു. അതോടൊപ്പം അങ്ങനെ അരിവാൾ രൂപത്തിലാവുമ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു, അതുവഴി അനീമിക് കണ്ടീഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ആണ് മെയിൻ ഇഫക്റ്റ്, മേജർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കൂ, ബ്ലഡ് സെൽസിലൂടെ RBC ആണ്. RBCയുടെ നോർമലായിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഓവലാണ്. അതെന്ത് ഷേപ്പിലേക്ക് മാറും? സിക്കിൾ ഷേപ്പ്ഡ് ആയി മാറും. അപ്പോൾ ആ സിക്കിൾ ഷേപ്പ് ആവുമ്പോൾ ഈ ബ്ലഡ് വെസൽസിൽ അത് കട്ട പിടിക്കാനുള്ള, ക്ലംപ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയയുടെ ഒരു പിക്ചറാണിത് കാണിക്കുന്നത്. അപ്പോൾ ഇത് മേജർ ഇഫക്റ്റാണ് നമ്മൾ പറഞ്ഞു. ഇനി എന്തുണ്ടാവും? സെക്കൻഡറി ഇഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി ഇഫക്ട്സ് എന്താണ്? ദിസ് മാനിഫെസ്റ്റ് മെനി അബ്നോർമൽ ഫിനോട്ടിപ്പിക് ട്രേറ്റ്സ് സച്ച് ആസ് enlarged spleen, pain in limbs, poor physical development, etc. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളുകളിൽ സ്പ്ലീനിനെ അത് ബാധിക്കാം. സ്പ്ലീൻ ബിക്കം എൻലാർജ്ഡ് ആവാം. ദെൻ പെയിൻ ഇൻ ലിംസ്, കാലുകളിലൊക്കെ വേദന അനുഭവപ്പെടാം. അതായത് ബ്ലഡ് വെസൽസിൽ RBC ക്ലംപ് ചെയ്യാണ്, അപ്പോൾ ശരിയായി ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാലുകളിലൊക്കെ വേദന അനുഭവപ്പെടുന്നു. ദെൻ പുവർ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ശാരീരിക വളർച്ച കുറയുന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം സെക്കൻഡറി ഇഫക്ട്സ്. അപ്പോൾ നോക്കൂ, ഒരു സിംഗിൾ ജീൻ ഇവിടെ കാണിക്കുക, ചിത്രത്തിൽ കാണാം. ഒരു സിംഗിൾ ജീനാണ്. ആ സിംഗിൾ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ ജീൻ എന്തിനെല്ലാം കാരണമാകുന്നു? അത് കണ്ണിനെ ബാധിക്കുകയാണെങ്കിൽ ബ്ലൈൻഡ്നെസ്സിന് കാരണമാവാം. ദെൻ ലിവറിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. ബ്ലഡ് വെസൽസിലെല്ലാം ബ്ലഡ് സെൽസ് ക്ലംപ് ചെയ്താൽ ഹാർട്ട് അറ്റാക്കിലേക്ക് വരെ ലീഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വരുന്നത് എന്താണ്? സെക്കൻഡറി ഇഫക്റ്റാണ്. ഒരു മേജർ ഇഫക്റ്റും അതുമായി ബന്ധപ്പെട്ട സെക്കൻഡറി ഇഫക്ട്സും. ക്ലിയർ? അപ്പോൾ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, ഫിനൈൽ കീറ്റോൺ യൂറിയയും സിക്കിൾ സെൽ അനീമിയയും. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ പ്ലാന്റ്സിൻ്റെ കേസിലാണ് പഠിക്കുന്നത്. നോക്കൂ, പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പീ പ്ലാന്റ്സ് ആണ് മെൻ്റൽ സെലക്ട് ചെയ്ത പ്ലാന്റ്സ്. ആ പീ പ്ലാന്റ്സിൻ്റെ കേസിൽ ഇൻ പീ പ്ലാന്റ്സ് സ്റ്റാർച്ച് സിന്തസിസ് ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ. ഒരു സിംഗിൾ ജീനാണ് സ്റ്റാർച്ച് സിന്തസൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ജീനിന് 2 അല്ലീൽസ് ആണുള്ളത്, ക്യാപിറ്റൽ B ആൻഡ് സ്മോൾ b. അപ്പോൾ സ്റ്റാർച്ച് സിന്തസൈസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ആ സ്റ്റാർച്ച് സിന്തസൈസ് കൂടാതെ വേറൊരു ഫിനോട്ടിപ്പിക് ട്രേറ്റിനെ കൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെ ക്യാപിറ്റൽ B സ്മോൾ b എന്ന് പറയുന്ന ആ 2 അല്ലീൽസ്, അതിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനിലാണെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻസ് വളരെ വലുതായിരിക്കും. സ്മോൾ b ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിലാണെങ്കിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. ദെൻ ഹെറ്ററോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിലേക്ക് വന്നു അല്ലേ. ദെൻ ദിസ് ജീൻ ഓൾസോ കൺട്രോൾസ് ഷേപ്പ് ഓഫ് ദ സീഡ്. അപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം, സ്റ്റാർച്ച് സിന്തസൈസും അതുവഴി ആ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദെൻ അനദർ വൺ ഈസ് ഷേപ്പ് ഓഫ് ദ സീഡ്. റൗണ്ട് ആവാം അല്ലെങ്കിൽ റിങ്കിൾഡ് ആവാം. ദെൻ ഇവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ B സ്മോൾ b എന്ന് പറയുന്നത് എഗെയിൻ റൗണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ ജീനാണ് സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസിനെയും അതിൻ്റെ ഷേപ്പിനെയും കൺട്രോൾ ചെയ്തത്. അപ്പോൾ ഇതും എന്താണ്? ഒരു പ്ലിയോട്രോപ്പിക് ജീനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലിയോട്രോപ്പി. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എന്താണ്? ഒരു സിംഗിൾ ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിൽ അത്തരം കണ്ടീഷനാണ്, ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. അതിൻ്റെ 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക, സിക്കിൾ സെൽ അനീമിയെ, ഫിനൈൽ കീറ്റോൺ യൂറിയെ, പിന്നെ പ്ലാന്റ്സിൻ്റെ കേസിലും.
ഓക്കെ, ഇത് നമ്മൾ ആ എടുക്കുന്നതിൻ്റെ കണ്ടിന്യൂസ് അല്ല, കുറച്ച് അപ്പുറത്താണ് ടെക്സ്റ്റിൽ കാണുക കേട്ടോ. ഇപ്പോൾ നമ്മൾ കോഡോമിനൻസ് എടുത്തതിൻ്റെ തൊട്ട് താഴെയുള്ള ടോപ്പിക്കല്ല, ഒരു ടെക്സ്റ്റിൻ്റെ അവസാന ഭാഗത്തായി നോക്കിയാൽ കാണാം. ഇതൊക്കെ ആഡ് ചെയ്ത പോർഷൻസാണ്. പഴയ ടെക്സ്റ്റുകളിൽ കാണില്ല, പുതിയ ടെക്സ്റ്റുകളിലാണ് ഈ പോർഷൻസ്, ഇത് ആഡ് ചെയ്ത പോർഷൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണം, എക്സാമിനുള്ളതാണ്. പുതിയ ടെക്സ്റ്റുകളിൽ നിന്ന് ആ പേജ് കോപ്പി എടുക്കുക എന്താണെങ്കിൽ ചെയ്യുക, ഇത് നോട്ട്സ് എഴുതി വയ്ക്കുക. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നോക്കൂ, നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, ഈസ് ഓൾ ദ ട്രേറ്റ്സ് ഹാവ് ഓൺലി 2 alternatives? നമ്മൾ ഏതൊരു ട്രേറ്റിനെ എടുത്താലും അതിന് 2 ആൾട്ടർനേറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം എപ്പോഴെങ്കിലും തോന്നിയോ? ഇപ്പോൾ മെൻ്റൽ പറഞ്ഞു പി പ്ലാന്റ്സ് ടോൾ ആൻഡ് ഓഫ്, ആ 2 ആൾട്ടർനേറ്റീവ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും എടുത്താൽ ഈ ടോളും ഡോഫേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ കളർ എടുത്താൽ വയലറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞു, 2 ആൾട്ടർനേറ്റീവ്സേ പറയുന്നുള്ളൂ. മെൻ്റലിൻ്റെ എല്ലാ കണ്ടീഷനിലും പറയുന്നത് എന്താ? ഓൺലി 2 ആൾട്ടർനേറ്റീവ്സ്, ടോൾ ഡോഫ് അല്ലെങ്കിൽ വയലറ്റ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ യെല്ലോ. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണോ? ടോളും ഡോഫും മാത്രമേ ആണോ കാണാൻ പറ്റുക? അല്ലെങ്കിൽ കറുത്തത് വെളുത്തത് അത് മാത്രമേ കാണുള്ളൂ? നോക്കൂ, വെൻ വി ലുക്ക് അറൗണ്ട് വി ക്യാൻ സീ മെനി ട്രേറ്റ്സ് വിച്ച് ആർ സ്പ്രെഡ് അക്രോസ് എ ഗ്രേഡിയൻറ്റ്. അല്ലേ, നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് എന്താ അറിയാം, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അല്ലേ, വെറും 2 ക്യാരക്ടേഴ്സ് മാത്രം പറയാൻ കഴിയാതെ ഒരു വേരിയേഷൻ കാണിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, ട്രെയ്റ്റ്സ് നമുക്കറിയാം. അപ്പോൾ അറിയാം എന്ന് പറഞ്ഞാൽ പോരാ, എന്തായിരിക്കും എക്സാമ്പിൾ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ എക്സാമ്പിൾസ് വന്നിട്ടുണ്ടാവും അല്ലേ, നമുക്ക് ഓരോന്നായി നോക്കാം. നോക്കൂ, ഹൈറ്റ് ഇൻ മാൻ. അല്ലേ, നമുക്ക് എന്ത് പറയാം? പൊക്കം കൂടിയ ആളുകളും പൊക്കം കുറഞ്ഞ ആളുകളും മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഒരുപാട് അതിൻ്റെ ഇടയിലുള്ള ആവറേജ് സൈസ് ഉള്ളത്, വളരെ ഉയരം കൂടിയ ആൾക്കാരുണ്ടാവാം, വളരെ ഉയരം കുറഞ്ഞ ആൾക്കാരുണ്ടാവാം, അതിനിടയിലുള്ള കുറേ വേരിയേഷനുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ ഹൈറ്റ് ഇൻ മാൻ. ദെൻ സ്കിൻ കളർ, നമ്മുടെ കളർ എടുത്ത് നോക്കിയാൽ തീരെ നിറം കുറഞ്ഞ ആളുകളും അല്ലെങ്കിൽ വളരെ നിറം കൂടിയ നിറം ഉള്ള ആൾക്കാരും, അതിൻ്റെ ഇടയിൽ കുറേ റേഞ്ചിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ സ്കിൻ കളറിനെ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ആണ് നമുക്ക് നോക്കുന്നത്. നോക്കൂ, ഹെയർ ആൻഡ് ഐ കളർ. അതേപോലെ ഹെയർ ഡാർക്ക് കളറാണ്, അതിൽ തന്നെ കറുപ്പിൻ്റെ ഇത് കുറഞ്ഞ രീതിയിൽ ഒരു മൈലാഞ്ചിയുടെ അങ്ങനത്തെ ചുവന്ന കളറുള്ളത്, ആ റേഞ്ച് അതിലും വേരിയേഷൻ കാണാം. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ആൾട്ടർനേറ്റീവ് മാത്രമല്ല ഇവിടെ ഒന്നും കാണാൻ കഴിയുക. അല്ലേ, സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കൂ, ഈ ചിത്രം നോക്കൂ, ഏറ്റവും ഫെയർ ആയിട്ടുള്ളത് പ്യുവർ വൈറ്റ്. ദെൻ ആ പ്യുവർ വൈറ്റിൽ നിന്നും ഇങ്ങനെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെരി ഫെയർ എന്ന് പറയുന്നുണ്ട്, പിന്നെ അതൊന്നുകൂടെ വേറൊരു നിറത്തിലേക്ക് ഫെയർ എന്ന് പറയുന്ന വേറൊരു കളറിലേക്ക് മാറി. ദെൻ അതിനുശേഷം അത് ഡാർക്കിൻ്റെ ടിഞ്ചിലേക്ക് പോവുകയാണ്. അവസാനമായപ്പോഴേക്കും എന്തായി? വെരി പ്യുവർ ബ്ലാക്ക്. അപ്പോൾ 2 എക്സ്ട്രീംസിൻ്റെ ഇടയിൽ ഒരുപാട് വേരിയേഷൻസ് കാണാം അല്ലേ. മനുഷ്യൻ്റെ കേസിൽ സ്കിൻ കളറിൻ്റെ കേസ് അതേപോലെ തന്നെയാണ് എന്ത്? ഐ കളർ. നോക്കൂ, ഐ കളറിൽ ഈ കളറും ഇവിടെ എല്ലാം ആ വേരിയേഷൻ ഇവിടെ ആകുമ്പോഴേക്കും എന്തായി? ഐയുടെ കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായി. ഇവിടേക്ക് എന്താണ്? ബ്ലൂ കളറാണ്. ആ ബ്ലൂവിൻ്റെ ഷെയ്ഡ് ഇവിടെ കൂടി, അതിന് ഇവിടെ നോക്കൂ ബ്രൗൺ ഐ ആണ്. അപ്പോൾ ഐ കളറും എല്ലാം ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച്, നമുക്ക് 2 എക്സ്ട്രീംസിൻ്റെ ഇടയിൽ ഒരുപാട് റേഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. We cannot categorize people into 2 categories like tall and short. അല്ലേ, ഹൈറ്റ് പറയുമ്പോൾ നമുക്ക് ടോൾ ഷോർട്ട് എന്ന് പറയുന്ന ഇത് മാത്രം അല്ല ഉള്ള, അതിനിടയിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്.
ഓർ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഫോർ സ്കിൻ ആൻഡ് ഹെയർ കളർ. നല്ല കറുത്ത തലമുടി അല്ലെങ്കിൽ അതിൽ ഇടയിലുള്ള റേഞ്ചുകൾ ഇവിടെ സ്കിൻ കളറിലും ഹെയർ കളറിലും എല്ലാം ഉണ്ട്. വി ഫൈൻഡ് കണ്ടിന്യൂസ് വേരിയേഷൻ. നോക്കിയാൽ മനസ്സിലാവാം, ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു വേരിയേഷൻ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പരിചിതമുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് that have an additive effect on a single quantitative effect. എന്താണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് ആണ്. ഇവിടെ ഒരു ജീനല്ല, ഒരുപാട് ജീനുകൾ, മൾട്ടിപ്പിൾ ജീനുകളാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓൾസോ. ഒരു ജീൻ മറ്റൊരു ജീനിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ജീനുകൾ, അങ്ങനെയുള്ള ഒന്നിലധികം ജീനുകൾ. ദാറ്റ് ഹാവ് ആൻ അഡിറ്റീവ് ഇഫക്റ്റ്. അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഒരു ജീൻ മറ്റൊന്നിൻ്റെ ഒപ്പം ചേർന്ന് നിന്നാൽ അതിനെ കൂട്ടാൻ കഴിയുന്ന, ആ ട്രേറ്റിനെ കൂട്ടാൻ കഴിയുന്ന ആ ഇഫക്റ്റാണ് അഡിറ്റീവ് ഇഫക്റ്റ്. അഡിറ്റീവ് ഇഫക്റ്റ് ഓൺ എ സിംഗിൾ ക്വാണ്ടിറ്റേറ്റീവ് ഇഫക്റ്റ്. ഒരു ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു ട്രേറ്റിനെ ഒരു സിംഗിൾ ജീൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന്. ഇവിടെ പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ പറയുന്നത് ഒരു ട്രേറ്റിനെ, ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഒന്നിലധികം ജീനുകളാണ് നിയന്ത്രിക്കുന്നത്. ക്ലിയർ? മൾട്ടിപ്പിളാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് ഓൾസോ ആൻഡ് ദേ ഹാവ് ആൻ അഡിറ്റീവ് ഇഫക്റ്റ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ മെനി ജീൻ ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ജീൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാക്ടർ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ക്ലിയർ ആണോ പോളിജെനിക് ഇൻഹെറിറ്റൻസ്? പോളി മീൻസ് മെനി, ജീൻ, മെനി ജീൻസ് ആർ ദർ. ആ മെനി ജീൻസിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ജീൻസ്. ആ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് എന്തിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദീസ് ഓൾ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് ഇൻഫ്ലുവൻസ് എ സിംഗിൾ ക്വാണ്ടിറ്റേറ്റീവ് ഇഫക്റ്റ്. ഒരു സിംഗിൾ ഇഫക്റ്റിനെ ഒന്നിലധികം ജീനുകൾ കൺട്രോൾ ചെയ്യുന്നതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ അല്ലലിസം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ അല്ലലിസം അല്ലേ? മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അല്ലീൽസ്. എക്സാമ്പിൾ ഏതാ ഓർക്കുന്നുണ്ടോ? യെസ്, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അല്ലേ, കോ ഡൊമിനൻസ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു മൾട്ടിപ്പിൾ അല്ലിലിസം. അവിടെ മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് പറയുമ്പോൾ എന്താ? അല്ലീൽസ് ആണ് മൾട്ടിപ്പിൾ അല്ലേ? ഒരു സിംഗിൾ ജീനായിരുന്നു ഉണ്ടായിരുന്നത്. ആ സിംഗിൾ ജീനിന് 2 അല്ലീൽസിന് പകരം 3 അല്ലീൽസ് വന്നു. ഇവിടെ എന്താണ്? അല്ലീൽസ് 2 എണ്ണം തന്നെയുള്ളൂ, പക്ഷേ ജീനുകൾ എന്താണ്? ഒന്നിലധികം ജീനുകളാണ്. സിംഗിൾ ജീൻ അല്ല, ഒന്നിലധികം ജീനുകൾ. അപ്പോൾ ഓരോ ജീനിനും എന്ത് വരും? 2 അല്ലീൽസ് വീതം വരും. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ അല്ലലിസത്തിൽ നിന്ന് വ്യത്യാസമെന്ന് മനസ്സിലാക്കാം. മൾട്ടിപ്പിൾ അല്ലലിസം എന്ന് പറയുന്നത് അല്ലീൽസാണ് മൾട്ടിപ്പിൾ ആകുന്നത്, ഇവിടെ ജീനാണ് മൾട്ടിപ്പിൾ ആകുന്നത്. ഇത് മൾട്ടിപ്പിൾ ജീനാണ്, മൾട്ടിപ്പിൾ അല്ലിലിസമാണ്. നോക്കൂ, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ജീൻസ് that have an additive effect on single quantitative effect. In multiple alleles, only 2 alleles are present in an organism. അല്ലേ? നമ്മൾ 3 അല്ലീൽസ് ഉണ്ടെങ്കിൽ പോലും 2 അല്ലീൽസ് മാത്രമാണ് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാവുക. IA, IB അല്ലെങ്കിൽ IA സ്മോൾ I അല്ലെങ്കിൽ സ്മോൾ I സ്മോൾ I 2 അല്ലീൽസ് മാത്രമാണ് ഉണ്ടാവുന്നത്. 3 ഡിഫറെൻ്റ് അല്ലീൽസ് ഉണ്ടെങ്കിലും ഒരു ഓർഗാനിസത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മളുടെ ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും 2 അല്ലീൽസ് മാത്രമാണ് ഹ്യൂമനിലുള്ളത്. എന്നാൽ ഈ പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ എന്താ? മെനി ഇൻഡിപെൻഡൻറ്റ് ജീൻസ് ആർ പ്രസൻറ്റ് ഇൻ മാൻ. മനുഷ്യനിൽ ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് ജീൻസിനെ കാണാം. നോക്കൂ, ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ ചിത്രമാണ്. ആൽബിനോ പ്യുവർ വൈറ്റ് ആണ്, വെരി ഫെയർ, ദെൻ ഇൻ്റർമീഡിയറ്റ്, ഡാർക്ക് ബ്രൗൺ, വെരി ഡാർക്ക് ബ്രൗൺ ആൻഡ് പ്യുവർ ബ്ലാക്ക്. ഇങ്ങനെ ഒരു ഗ്രാജുവൽ വേരിയേഷൻ സ്കിൻ കളറിൽ കാണാം. അപ്പോൾ സ്കിൻ പിഗ്മെൻറ്റേഷൻ ഇൻ മാൻ, ഇതാണ് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, ദ ജീൻസ്
ഈ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് 3 ജീനുകളാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ദ ജീൻ A, B and C കൺട്രോൾ സ്കിൻ കളർ ഇൻ മാൻ. അപ്പോൾ ഒരു ജീനല്ല സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്, 3 ജീനുകൾ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നു. അതിലെ ഡോമിനൻറ്റ് ഫോംസ് ആണ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B ആൻഡ് ക്യാപിറ്റൽ C. ആ 3 ഡോമിനൻറ്റ് ജീൻസും എന്താണ്? കൺട്രോൾസ് ഡാർക്ക് സ്കിൻ കളർ. ഡാർക്ക് സ്കിൻ കളറിന് കാരണമാകുന്ന ജീനുകളാണ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B ആൻഡ് ക്യാപിറ്റൽ C. ദെൻ റിസസീവ് ഫോംസ് സ്മോൾ a, സ്മോൾ b ആൻഡ് സ്മോൾ c കൺട്രോൾസ് ലൈറ്റ് കളർ. കളറ് വളരെ കുറഞ്ഞ അവസ്ഥയിലേക്ക് റിസസീവ് ഫോംസ് സ്മോൾ a, സ്മോൾ b ആൻഡ് സ്മോൾ c ആണ് കാരണമാകുന്നത്. നോക്കൂ, അപ്പോൾ അതെങ്ങനെയായിരിക്കാം? ഈ 3 ജീൻസുകളും ഒരുമിച്ച് വരും. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C, ക്യാപിറ്റൽ C എല്ലാം ഡോമിനൻറ്റ് ഫോമിലാണെങ്കിൽ അത് ഡാർക്ക് സ്കിൻ കളറിന് കാരണമാകുന്നു. ദെൻ എല്ലാം റിസസീവ് ഫോമിലാണെങ്കിൽ ലൈറ്റ് സ്കിൻ കളറിന് കാരണമാകുന്നു. ഇത് രണ്ടുമേ പോസിബിൾ ഉള്ള കണ്ടീഷനുള്ളോ? അല്ല. ഇനി നമുക്ക് എന്താവാം? 2 ക്യാപിറ്റൽ ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ വരാം, അല്ലെങ്കിൽ 2 സ്മോൾ ലെറ്റർ ബാക്കി എല്ലാം ക്യാപിറ്റൽ ലെറ്റർ, അല്ലെങ്കിൽ 3 ക്യാപിറ്റൽ ലെറ്റർ 1 മാത്രം സ്മോൾ ലെറ്റർ, അങ്ങനെ പല കണ്ടീഷൻസിലും വരാം. നോക്കൂ, അതിൻ്റെ ഇടയിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ 1 വീതവും എല്ലാത്തിൻ്റെയും സ്മോൾ ലെറ്റർ 1 വീതവും ആയാൽ എന്തായി? ഇൻ്റർമീഡിയറ്റ് കളറായി. അപ്പോൾ ഇനി ഇത് കൂടാതെ ഒരുപാട് റേഞ്ചസ്, ഒരുപാട് കോമ്പിനേഷൻസ് പോസിബിളാണ്. അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻസ് വരുമ്പോഴാണ് ഈ ഡിഫറെൻറ്റ് വേരിയേഷൻ സ്കിൻ കളറിൽ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. The number of each type of alleles in the genotype determines the darkness or lightness of the skin. അപ്പോൾ എത്ര അല്ലീൽസാണ്, അത് എത്ര ക്യാപിറ്റൽ ഡോമിനൻറ്റ് ഫോമിലുണ്ട്, എത്ര സ്മോൾ റിസസീവ് ഫോമിലുണ്ട്, അതാണ് സ്കിന്നിൻ്റെ ഡാർക്ക്നെസ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇങ്ങനെ ജീനുകൾ മാത്രമാണോ ഹൈറ്റിനെ അല്ലെങ്കിൽ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ കളറിനെ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഈ ജീനുകൾ കളറിനെ കൺട്രോൾ ചെയ്യുന്നു വിചാരിക്കുക. പക്ഷേ ഐഡൻറ്റിക്കൽ ട്വിൻസാണ് എന്ന് വിചാരിച്ചോളൂ. ഐഡൻറ്റിക്കൽ ട്വിൻസിനെ നമ്മൾ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർത്തുകയാണ്. ഒരാളിനെ തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളർത്തി. അപ്പോൾ ആ 2 ഐഡൻറ്റിക്കൽ ട്വിൻസിനും ഒരേ നിറം തന്നെ ആയിരിക്കുമോ പിന്നീട്? ആയിരിക്കില്ല, അല്ലേ? എൻവയോൺമെൻറ്റ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഇത്തരം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നോക്കൂ, എൻവയോൺമെൻറ്റ് ആൾസോ പ്ലേസ് എ ഗ്രേറ്റ് റോൾ ഇൻ പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് നാച്ചർ ആൻഡ് നർച്ചർ. അപ്പോൾ ജീനുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നർച്ചർ, എങ്ങനെയുള്ള ജീവിത രീതിയാണ് കിട്ടുന്നത്, അതിനനുസരിച്ചും കൂടെ പോളിജനിക് ഇൻഹെറിറ്റൻസ് അത് വാരി ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരാൾ ഹൈറ്റും പൊക്കവും ഒക്കെ എന്താണ്? അയാൾ കഴിക്കുന്ന ഭക്ഷണവും അയാളുടെ ആ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരാൾ തീരെ പോഷകങ്ങളൊന്നും ഇല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും അതേ ഇതിൽ വരുന്ന ഐഡൻറ്റിക്കൽ ട്വിൻസിന് എല്ലാം അടങ്ങിയ ഭക്ഷണം കൊടുക്കുകയും ചെയ്താലോ ആ ഹൈറ്റിലുള്ള വേരിയേഷൻ കാണാം, അല്ലേ? അയാളുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാം. അപ്പോൾ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വെറും ജീനിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ എൻവയോൺമെൻറ്റ്, നർച്ചർ, എങ്ങനെ വളർന്നു വരുന്നു ആ സാഹചര്യം കൂടെ ഇത്തരം ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ, പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസിൽ ഇതേ എക്സാമ്പിൾ പറയുമ്പോൾ കളർ ആൻഡ് ഷേപ്പ് ഓഫ് ദ സ്റ്റെം, പോളൻ കളറും സ്റ്റെമ്മിൻ്റെ കളർ ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പോളൻ, അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ കളർ, ഇതെല്ലാം പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. പിന്നെ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത്, അതിലെ
ഓയിൽ കണ്ടൻ്റ് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഓയിൽ കണ്ടൻറ്റ്. ദെൻ ടൈം ടു മെച്യൂർ, ഒരു പ്ലാന്റ് ഏത് സമയത്താണ് മെച്യൂർ ആവുന്നത് അല്ലെങ്കിൽ അതിൽ ഫ്ലവർ ഉണ്ടാകുന്നത്, അത്തരം ക്യാരക്ടേഴ്സ് എല്ലാം പ്ലാന്റ്സിൻ്റെ കേസിൽ പോളിജനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്, പ്ലിയോട്രോപ്പി ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ, വളരെ ചെറിയ ടോപ്പിക്. ദെൻ ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. താങ്ക് യു.